പടാ. ലൈക്ക് ഓപ്പൺ അത്രേ അതിനവർ എഫേർട്ട്. എടാ ലോക എന്തെന്നാടാ ലൈക്ക് ആ പടം തീരെ ലൈക്ക് പ്രൊഡക്ഷൻ ക്വാളിറ്റി ലൈക്ക് തീരെ എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് സെറ്റ് ലോക്കയാ. ആ ബാംഗ്ലൂരുള്ളതെല്ലാം പക്ക സെറ്റ് ഇട്ട പോലെ തന്നെ. ആരും എല്ലാം കണ്ടാ അറിയാം സെറ്റ് ഇട്ട നാടകം പോലെയല്ലേ ചെയ്ത് വെച്ചിന്. ലൈക്ക് ഏ പിന്നെ എനിക്കങ്ങനെ ഫീൽ പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ ലോ ലൈറ്റിങ് എല്ലാ ഷോട്ടിലും കൊണ്ട് ഇപ്പുറത്ത് നീലി ഇപ്പുറത്ത് ചുവപ്പും അത് തന്നെ ഫുള്ള്. ലൈക്ക് പടം കൊള്ളൂല എന്നല്ല, ലൈക്ക് എനിക്ക് തോന്നുന്നു അവര് പോലും വിചാരിക്കാണ്ട് അങ്ങനെ അങ്ങ് ഹിറ്റായതാന്ന് തോന്നുന്നു. ലൈക്ക് അവരങ്ങനെ ഹിറ്റാവുമെന്ന് വിചാരിക്കാണ്ട് ഹിറ്റായതുപോലെ എനിക്ക് തോന്നിയത്. ലോക്ക കണ്ടുതരാൻ നല്ലൊരു. നീ എങ്ങനെയാ കണ്ടത്? OTTയാ? ഞാൻ തിയേറ്ററിൽ. ആ ആ ആ. അല്ല, ലോക്ക എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ലൈക്ക് മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സാധനം like പഴയ ഒരു മിത്ത് അവർ അടിപൊളിയാണ്. അവതരിപ്പിച്ച രീതി. അടിപൊളിയാണ് അല്ലാന്നല്ല, ലൈക്ക് ചില കാര്യങ്ങളൊക്കെ, അതായത് എനിക്ക് മെയിൻ ഇഷ്യൂ വന്നത് ലൈറ്റിങ്ങും സെറ്റ് ഡ്രസ്സിങ്ങും അതൊക്കെയാണ്. ലൈക്ക് എനിക്ക് ആ സെറ്റൊക്കെ ഇട്ടത് കണ്ടിട്ട് പക്ക ഒരു ലൈക്ക് അവർ എഫേർട്ട് ഇടാത്ത പോലെ അങ്ങ് തോന്നി. ലൈക്ക് പ്രത്യേകിച്ച് ആ ബാംഗ്ലൂരിൻ്റെ അവൻ ആ കാർ ഇടിക്കാൻ വരുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, സ്ഥലമൊക്കെ കണ്ടിട്ട് പടം ഏ, ഒബ്വിയസ്ലി അടിപൊളി. മലയാളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നമ്മുടെ പഴയ കളിയും കാട്ടും നീലി അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു പക്ക ഒരു മാർവൽ മൂവീസിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടെംപ്ലേറ്റിൽ സാധനം വന്നൊക്കെ അടിപൊളിയാണ്. ലൈക്ക് 200 ഉം. കോടി 250 കോടിക്കൊക്കെയുള്ള സാധനമുണ്ട്. ലൈക്ക് അങ്ങനത്തെ പടങ്ങൾ ഇനിയും വരണം. ആ പക്ഷേ വേഫെയർ ബഡ്ജറ്റ് നല്ല വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്ത പോലെ തോന്നിയത്. ഭയങ്കര ഓവർ പ്രൈസ്ഡ് ഓവർ ബഡ്ജറ്റ് ഒന്നും അല്ല അല്ല, ഉണ്ടായിരുന്നത്. അത് ഓവർ ബഡ്ജറ്റ് മാത്രല്ല. ഒന്നുമല്ല. ആ എനിക്ക് തോന്നുന്നു പിന്നെ ഇവരിത് സാധനം. ഫസ്റ്റത്തെ പടമില്ലേ, ഇവർ എക്സ്പെരിമെൻ്റലായിട്ട് അധികം ചിലവ് ചിലവ് അധികം സ്പെൻഡ് ചെയ്യാണ്ട് എക്സ്പെരിമെൻ്റലായിട്ട് മിനിമം സ്റ്റാൻഡേർഡിൽ ചെയ്തു. എങ്ങാനും കത്തി ആ കയറുകയാണെങ്കിൽ അടുത്തത് വെച്ചിട്ട് നമുക്ക് മാസാക്കാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ മെൻറ്റാലിറ്റിയിൽ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഇതില് നീ ഇപ്പം പറഞ്ഞല്ലോ സെറ്റ് ഇട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു നോക്കി ആ സെറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ ആ സെറ്റ് ഇട്ടതാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിക്ക് സെറ്റാണെന്നുള്ള തോന്നിക്കാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് പക്ക ഒരു സെറ്റാണെന്ന് മനസ്സിലായി. ലൈക്ക് ഈവൻ ലൈറ്റിങ് പോലും എല്ലായിടത്തും കൊണ്ട് ഈ ചുവപ്പും നീലയും കൊണ്ടേ വെച്ച പോലെ തോന്നി. നീ അധികം പ്രഭാസിന്റെ ഒന്നും തെലുങ്ക് പടങ്ങളൊന്നും കാണണ്ട കേട്ടാ. ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയ ഒരു പ്രഭാസിന്റെ കാര്യം പറയുന്നത് വിജയ് പടം എടുത്ത് കാണണ്ട. എല്ലാം സെറ്റാണ്. ഫുൾ സ്റ്റുഡിയോയിലാ ഷൂട്ട് ചെയ്യുന്നത്. ഒരു റിയൽ ലൈഫ് ലൊക്കേഷൻസും ഉണ്ടാവില്ല. അത് ഹിന്ദി സിനിമയൊക്കെ ഏകദേശം അതാ. ഇതുപോലെ ഇതിലും മോശം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, അതായത് ഹിന്ദി അങ്ങനല്ല, VFX ആണെന്നല്ലടാ. ലൈക്ക് ഒരു റൂമിലൊരു ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്യുന്ന ടർബോയിലിൻ്റെ അവസാനത്തെ ആ ഒരു മീറ്റിൻ്റെ എന്തോ ഫാക്ടറി ഇല്ലേ ഫൈറ്റ് ആ നടക്കുന്നത്, അതെല്ലാം കണ്ടാലറിയാം ലൈക്ക് സെറ്റ് ഇട്ട് വെച്ചതാണ്. ലൈക്ക് അവരത് ഹൈഡ് ചെയ്യാൻ പോലും ശ്രമിക്കാത്ത പോലെ. ലൈക്ക് പക്കയായിട്ട് അറിയാൻ കാണുമ്പോൾ അത് സെറ്റാണെന്ന്. ലൈക്ക് ഒരു ഇറച്ചി വെട്ടുന്ന ഫാക്ടറി, ഇറച്ചി വെട്ടുന്ന ആ ഫാക്ടറിയിലുള്ള ടേബിള് കാര്യങ്ങൾ കത്തി എല്ലാം പെർഫെക്റ്റ് ക്ലീൻ, ഒരു പുള്ളി ചോര പോലും ഇല്ല. ലൈക്ക് ഫ്രഷ് സാധനം പുതിയത് കൊണ്ടുപോയി വെച്ച പോലെ. ഏ, ആ അത്രയും ഡീറ്റെയിൽ ഒന്നും ഞാൻ ലൈക്ക് ഒരു നോക്കിയില്ല. പിന്നെ നാച്ചുറൽ ടിപ്പിക്കൽ. ഫീൽ ഇല്ല. പിന്നെ ഞാനിങ്ങനെ നിറ്റ്പിക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് ഇതൊക്കെ ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി, ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ആക്ഷനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് സൂക്ഷിച്ച് നോക്കാണ്ട് ശ്രദ്ധയിൽ പെടൂല. പക്ഷേ അതങ്ങ് നമ്മളങ്ങ് അത് ടർബോന്റെ ആക്ഷൻ കണ്ട് സീക്വൻസ് എന്റെ കണ്ടു അഭിപ്രായത്തിൽ പോയാൽ ഭയങ്കര കണ്ടുപോയാൽ പിന്നെ വർക്കായിരുന്നു. അൺസീ ചെയ്യാൻ പറ്റൂല. അതാണ് അങ്ങനത്തെ ഒരു സംഭവമാണ്. ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും കാണുമ്പോൾ നമ്മൾ അതേ കാണും. അല്ല, അങ്ങനത്തെ ഒരു സംഭവമായി. ടർബോന്റെ ഒക്കെ കേസ് എടുത്ത ഗ്രിപ്പിംഗ് ആക്ഷൻ ആണെന്ന് പറയുന്നതിന് കൂടുതല് ആ എടുത്തു വെച്ച ആസ് എ ക്രാഫ്റ്റ് വർക്ക് അടിപൊളിയായിരുന്നു. ടർബോയിലല്ലേ മൊത്തത്തിലുള്ള മമ്മൂട്ടി ചാടി പ്രൊഡക്ഷൻ. അടിച്ച്. ടർബോക്ക് മുന്നേ വരെ മമ്മൂട്ടി അനങ്ങാണ്ട് അടിക്കലായിരുന്നു, ടർബോയിൽ ചാടി അടിച്ച്. അത് നമ്മള് വലിയ ചർച്ചയായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് മമ്മൂട്ടി തന്നെയാണോ ചാടിയത് എന്നുള്ളതിലും ഒരു വ്യക്തതയൊന്നുമില്ല. മമ്മൂട്ടിക്ക് അങ്ങനെ ചാടാനൊന്നും കഴിയില്ല. പ്രായമുണ്ട്. അതും സംശയമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവന് ബാക്കിയുള്ള പടത്തിലൊക്കെ സ്റ്റണ്ട് ഡബിളിനെ വെച്ചൂടെ? അതിൽ വെക്കാണ്ട് ഇതിൽ മാത്രം എന്തേ വെച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്.
ഓഫ് കോഴ്സ് അപ്പൊ അത് ലൈക്ക് മമ്മൂട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പൊ ട്രബോന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ല മമ്മൂട്ടി അതില് മാത്രല്ല വേറെ ഏതൊക്കെയോ പടത്തിൽ അങ്ങനെ കറങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഭീഷ്മയിലാണ് അത് ഇല്ലാത്തത്. ഭീഷ്മയിൽ തീരെ ഭീഷ്മ സത്യം പറഞ്ഞാൽ ഈ ഭീഷ്മേൻ്റെ ആ ഒരു ടൈമിലാന്ന് തോന്നുന്നു ഈ മലയാളം ഫിലിം മേക്കേഴ്സ് ഈ റോബോട്ടിക് ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം അതിനെ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നിട്ട് ആവശ്യമില്ലാണ്ട് ആ സാധനം കുത്തിക്കയറ്റും. അത് നമ്മളെ വിക്രത്തിന്റെ ഇന്റർവെൽ സീനിൽ യൂസ് ചെയ്തിന് ഓവറായി പോയത്. ആ, വിക്രം ഇന്റർവെൽ സീനിലെ റോബോട്ടിക് ക്യാമറ എനിക്കത് വർക്കായില്ല. എനിക്ക് തോന്നുന്നു ഭീഷ്മ കണ്ടതിന് ശേഷം ഇത് കണ്ടോണ്ടാണെന്ന് തോന്നുന്നു. ലൈക്ക് ഭീഷ്മ പർവ്വത്തിലെ റോബോട്ടിക് ക്യാമറ നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു.